ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകണം. അത് CMR എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ ED-യിൽ അവധി അപേക്ഷ നൽകാൻ CMR ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് CMR MD SN ശശിധരൻ കർത്തയ്ക്കടക്കം നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉടൻ അവധി അപേക്ഷ നൽകാനാണ് നീക്കം. ഇന്ന് ഹാജരാകാനുള്ള സമൻസിന് വീണ വിജയനും നേരത്തെ അവധി അപേക്ഷ നൽകിയിരുന്നതാണ് എന്നതുകൂടി ഓർക്കണം. ഈ നിർദ്ദേശം ED വീണ വിജയന് നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി ആർക്കണം. CMR ഉദ്യോഗസ്ഥരും സമാനമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടും നിൽക്കുന്നത്. ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, വീണ ടി ആദ്യം പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാക്കാൻ കഴിയില്ല, ED സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ CMR ഉദ്യോഗസ്ഥരും അതേ നീക്കത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? ഹരി, ഇക്കാര്യത്തിൽ എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMR-നെ നേരത്തെ തന്നെ ചില ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്, വിഭിന്നമാണ്, ഗുരുതരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീണ വിജയനെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതിനെ ഒരു പ്രതിരോധം എന്ന രീതിയിൽ, ഇതൊരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ വീണ വിജയൻ അവധി അപേക്ഷ നൽകിയത്. ഇന്ന് രാവിലെ ആണ് ഹാജരാകേണ്ടത്. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവധി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിനോട് ഏത് ദിവസം ഇനി വരണം എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ED-യുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അവധി അപേക്ഷ സ്വാഭാവികമായി ആദ്യഘട്ടത്തിൽ ഹാജരാകുമ്പോൾ അങ്ങനെ 1-2 ദിവസം തവണ അവധി അപേക്ഷകൾ നൽകുകയും അത് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. പുതിയ തീയതി ഏതാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, അങ്ങനെ ഒരു മറുപടി തിരിച്ച് നൽകിയിട്ടില്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CMR MD ശശിധരൻ കർത്തയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഹാജരാകുമ്പോൾ അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണി, പ്രത്യേകിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹവും അവധി അപേക്ഷ നൽകി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിനും പുതിയ തീയതി നൽകിയിട്ടില്ല. ഏതായാലും ED പ്രതീക്ഷിക്കുന്നത് ഇത് ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ്. കാരണം ഈ ദിവസങ്ങളിലാണ് മറ്റുള്ളവരോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ശരണസ് കർത്ത് ചൊവ്വാഴ്ച ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു CMR-ലെ ഉന്നത ഉദ്യോഗസ്ഥരായ 2-3 പേർ കൂടി ഈ പട്ടികയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും ഇനിയും അവധി അപേക്ഷയോ അല്ലെങ്കിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചോ എല്ലാം തന്നെ വളരെ കൃത്യമായി അപേക്ഷകൾ വരാനുള്ളൊരു സാധ്യത ED കാണുന്നുണ്ട്. ഏതായാലും ഇവർക്കാർക്കും ഇനി എന്ന് ഹാജരാകണമെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ പുതിയ തീയതി നൽകിയിട്ടില്ല എന്നതാണ്. ED-യും വളരെ കരുതലോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. ഇവർക്കുള്ള ഇപ്പോഴത്തെ ഒരു ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ അവധി അപേക്ഷകൾ നൽകുന്നത്. ആരോഗ്യ കാരണങ്ങൾ സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കാം. ഇനി ഈ ഘട്ടത്തിൽ അടുത്ത തീയതികൾ അറിയിക്കുമ്പോൾ അതിൽ ഇവർക്ക് കൂടി അനുകൂലമായ 2-3 തീയതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തിരഞ്ഞെടുത്ത് പോകാവുന്ന രീതിയുമെല്ലാം തന്നെ ED നിഷ്കർഷിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ന് വീണ വിജയൻ ഹാജരാകില്ല എന്നത് ഉറപ്പാണ്. പുതിയ തീയതി അവർക്ക് നൽകിയിട്ടില്ല. CMR MD അവധി അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ്. ഇനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് ED മുന്നിൽ കാണുന്നത്. പുതിയ തീയതികൾ നൽകുന്നത് ഇനി ഇവരുടെ ഈ ദിവസങ്ങളിലുള്ള അവരുടെ അവധി അപേക്ഷകൾ കൂടി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് നൽകാം, അതുകൂടി ഒന്ന് വിലയിരുത്താം എന്ന രീതിയിലാണ് ED ഉള്ളത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്, ഒരു സംശയവുമില്ല. ഹരി. യെസ്, ED-യുടെ നീക്കങ്ങൾ വളരെ സുപ്രധാനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ CMR MD ആയ ശശിധരൻ കർത്തയും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ ED ഉടൻ തന്നെ മറ്റൊരു സമൻസ് അയക്കും. അതിൻ്റെ തീയതി എന്താണെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇന്ന് വീണ ടി ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നെന്തായാലും വീണ ഹാജരാകില്ല എന്നുള്ളത് കൂടി വ്യക്തമാണ്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.